ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോകുന്നത്. എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ ഗ്ലോബൽ വില്ലേജിലൊന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ വണ്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ നമ്മളെ വയറ്റിലേക്ക് കുറച്ച് ചിക്കിങ്ങും കൊടുത്തിട്ട് നമ്മളിത് ആ ഗ്ലോബൽ വില്ലേജിലേക്ക് പോവുകയാണ്. അങ്ങനെ പിന്നെ ഗ്ലോബൽ വില്ലേജിൽ എത്തിയപ്പോൾ തന്നെ രാത്രി ലൈറ്റിംഗ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. പിന്നെ ഇവിടെ പാസ്പോർട്ട് ഉണ്ട് ഗ്ലോബൽ വില്ലേജിൻ്റെ, അതും വാങ്ങിയിട്ട് നമ്മളിത് ആ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇത് വലിയൊരു ലോകമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് 32 കൺട്രീസ് ഈ ഒരു ഏരിയൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നറിയാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഓരോ കൗണ്ടേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഓരോ കൺട്രീസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ, ജപ്പാൻ, ഒമാൻ, ചൈന, അങ്ങനെ ഒരുപാട് 32 കൺട്രീസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോ കൺട്രിയിലോട്ട് കയറുമ്പോഴും ആ കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സും മറ്റ് പ്രൊഡക്ട്സും നമുക്ക് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റും. അവിടെ പാസ്പോർട്ട് സീലടിക്കാനുള്ള ഒരു മെഷീൻ ഉണ്ടാവും. നമ്മൾ എല്ലാ കൺട്രിയിലും കയറിയിട്ട് 32 കൺട്രിയിലും കയറിയിട്ട് എല്ലാ കൺട്രിയിലും കയറിയിട്ട് പാസ്പോർട്ടൊക്കെ സീലടിച്ച് മെയിൻ സ്റ്റേജിന്റെ അവിടെ ഒരുപാട് ആൾക്കൂട്ടം കണ്ടു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ന് ഗ്ലോബൽ വില്ലേജിലേക്ക് ഷാറൂഖ് ഖാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ നേരെ അങ്ങോട്ട് ഓടി. അങ്ങനെ ഗായ്സ്, ഷാറൂഖ് ഖാൻ വന്നു. ഷാറൂഖ് ഖാനെ നേരിട്ട് കാണാൻ പറ്റി, നമ്മൾ എടുത്തുനിന്ന് കാണാൻ പറ്റി. നല്ലൊരു സ്പീച്ചും ഡാൻസ് ഒക്കെ ചെയ്ത് ഷാറൂഖ് ഖാനെ കണ്ടു. എന്തായാലും ഗ്ലോബൽ വില്ലേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കൺട്രീസിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണം.